ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ജീവനും അനുരാഗിയായി. അമ്പലപ്രാവേ. കലാപൂരത്തിന്റെ 5 ദിനരാത്രങ്ങൾ കഴിയുകയാണ്. തൃശ്ശൂര് തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ടീം മീഡിയ വൺ തൽക്കാലം വിട പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ 5 ദിവസം തൃശ്ശൂർ അവശേഷിപ്പിച്ച ടീം മീഡിയ വൺ അവശേഷിപ്പിച്ച ഓർമ്മകൾ ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ കലകലാട്ടാട്ടി. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഇത്രയും ദിവസം വളരെ മനോഹരമായി നമ്മുടെ കലോത്സവ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ടീം ഇങ്ങനെയായിരുന്നു. സ്ക്രീനിൽ നമുക്ക് മുന്നിൽ കണ്ട ആളുകൾ മാത്രമല്ല, അതിന് പിറകിലുള്ള വലിയ പ്രയത്നം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ആദ്യം PC സൈഫുദ്ദീനിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഒരു തലമുതിർന്ന ഇരുത്തം വന്ന ആളുകൾ നൽകി. PC ഒരുപാട് കലോത്സവങ്ങൾ കടന്നു പോയിട്ടുണ്ടല്ലോ. ഒരുപാട് എന്ന് പറയുമ്പോ ഒരു 8-9 കലോത്സവങ്ങൾ തൃശ്ശൂര് 3-4 എന്നല്ല, ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, തൃശ്ശൂര് ഏത് ചെറുപ്പം തൃശ്ശൂര് നൽകിയ ഒരു ഓർമ്മ എന്താണ്? തീർച്ചയായും തൃശ്ശൂർ അവിസ്മരണീയമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ബാക്കിയാക്കിയാണ് ഈ കലോത്സവം അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ തൃശ്ശൂരിലേക്ക് കലോത്സവം എത്തുമ്പോൾ നമ്മൾ എല്ലാറ്റിലും ഒരു പൂരം കണക്ഷൻ കാണുമല്ലോ. അപ്പോൾ ആ പൂരം കണക്ഷൻ എല്ലാറ്റിലും ഉണ്ടാകും. ഞാൻ ജിൽസിയും എന്നും രാവിലെ ഓരോ ഷോ അവതരിപ്പിക്കുമ്പോഴും അത് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ തന്നെ തൃശ്ശൂരിലേക്കാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ തന്നെ യെസ് തൃശ്ശൂരാണെങ്കിൽ നമ്മൾ കലക്കും എന്ന് പറയാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നിശ്ചയമായി ഒരു ഓളം, വല്ലാത്തൊരു ഓളവും വൈബുമായിരുന്നു, ഒരു സംശയമില്ല. പിന്നെ ഞാൻ ഒരു എല്ലാം പ്രസരിപ്പിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സായി മുന്നിലുണ്ടല്ലോ. ജിൽസിക്ക് കേൾവിശക്തി ഇച്ചിരി കുറവായതുകൊണ്ട് ഇത്തവണ PCയുടെ സ്റ്റോറികളൊന്നും കണ്ടില്ല എന്ന് ആരാധകർ ഇങ്ങനെ അല്ല എനിക്ക് സ്റ്റോറിക്ക് ഇറങ്ങാനുള്ള ഒരു ഒഴിവ് അവിടെ കിട്ടാത്ത നിരന്തരമായ ഷോകൾ, കൂടിയാലോചനകൾ, തയ്യാറെടുപ്പുകൾ, ഞാൻ ഈ തന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതായ ചില ഭക്ഷണം കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് എവിടുന്ന് വേണമെന്നുള്ള തന്ത്രങ്ങൾ വരെയുള്ള സമയമായി. അപ്പൊ അതിൻ്റെതായ ഒരു പക്ഷെ ഗംഭീര സ്റ്റോറികൾ വന്നല്ലോ. നമ്മുടെ പൂക്കീസ് പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കി ഞാൻ അതാണ് ഞാൻ നമ്മളൊക്കെ നമ്മളെ സനിസയും ബാനുവും ജിൽസി അല്ല നമ്മുടെ അക്ഷയും അരുണും ഒക്കെ എല്ലാവരും ഗംഭീര സ്റ്റോറി. എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറേന്റെ പൂക്കീസിന്റെ ഒരു പ്രത്യേകത ആവാം അങ്ങനെ നല്ല സ്റ്റോറീസ്. തീർച്ചയായും. അപ്പൊ നമ്മള് വഴിമാറണമെന്നേ, കുറെ കഴിയുമ്പോ 10-30 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത തലമുറക്ക് വഴിമാറണ്ടായിരുന്നു. ജിൽസിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നമ്മൾ എൻജോയ് ചെയ്ത് ഇത്തവണ ഗംഭീരമായി അല്ലേ? ഗംഭീരമായി എന്ന് വെച്ചാൽ നന്നായി എൻജോയ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറത്തൊക്കെ വരുമ്പോ ഒരുപാട് ആളുകളൊക്കെ കാണുമല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോ ഞാനും തൃശ്ശൂർ പൂരത്തിന് വരും, പക്ഷെ കലോത്സവം അതുപോലെ കളറാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചതിലും വലിയ കളറായിരുന്നു ആഘോഷം. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. അങ്ങനെ പോകുമ്പോ ചെറുതായിട്ടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതെ, അതൊരു സത്യമാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ, നമ്മൾ ഇവിടുന്ന് 5 ദിവസം ബഹളം, ഓളം, തമാശകളൊക്കെ കഴിഞ്ഞ് പോകുമ്പോ നമുക്കൊരു വല്ലാത്ത വിഷമമുണ്ട്. ഓക്കെ, ജിൽസിയെ സംബന്ധിച്ച് ഇനിയിപ്പം ജിൽസിയുടെ കലാപ്രകടനങ്ങളും തവണ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. എന്താ ഇത് വെച്ചതിന്റെ ഉദ്ദേശം? അല്ല ലുക്ക് വേണം, അങ്ങനെയാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ പിന്നിൽ നമ്മളെ ഷബീർ ഒമർ, നമ്മളെ റിപ്പോർട്ടിംഗ് ചീഫ് ഷബീർ ഒമർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കോബ്ര 1 ഈ സാധനം ഇല്ലാണ്ട് ഇവിടുന്ന് മടങ്ങി പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ടോക്കിയുമായുള്ള പട്ടിഷു ആയിരുന്നു നമ്മൾ ഇത്രയും 5 ദിവസം കണ്ടത്. ചുമ്മാ അപ്പുറത്ത് കൈയകലത്തെ മാത്രമുള്ള മായേഷിനെ അല്ല, ഈ രഹസ്യങ്ങൾ അധികം വെളിപ്പെടുത്തണ്ട. അപ്പൊ അല്ല, ഇതില് പ്രശ്നം എന്ന് വെച്ചാൽ ഇതില്ലാണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. അഞ്ജുവിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ കലോത്സവം ഇത്തവണയും ഗംഭീരമായി നമ്മൾ ചെയ്തു. സീരിയസ് ആയി പറയുകയാണെങ്കിൽ ഗംഭീരമായി ചെയ്തു. ഈ പറഞ്ഞ പോലെ പൂക്കി ടീം, ന്യൂ ജെൻസി ടീം നല്ല രീതിയിൽ ചെയ്തു. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റി. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അവരുടെ അടുത്ത് നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് പറയുന്നു, ഇന്ന ഇവന്റ് പറയുന്നു, അവർ പോകുന്നു, അവരെടുക്കുന്നു, ഗംഭീര സ്റ്റോറികൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല കണ്ടന്റുകൾ അല്ലാതെയും ചെയ്യുന്നു. നല്ല രസകരമായി, നമുക്കധികം പണി ഉണ്ടായിട്ടില്ല മൊത്തത്തിൽ.
പിന്നെ എന്താ പറയുക, മൊത്തം പ്രൊഡക്ഷൻ ടീം നമ്മളൊരു ഇപ്പം ഇത്രയും പേര് ഇപ്പം റിപ്പോർട്ടിംഗ്, ക്യാമറ, എഡിറ്റർമാരുൾപ്പെടെ എല്ലാവരും മൊത്തം ടീം ഗംഭീരമായി പണിയെടുത്ത ഒരു കലോത്സവമാണ്. ഗംഭീരമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ക്യാമറ ലീഡ് ചെയ്യുന്ന ബിബിൻ ജെയിംസ് അടക്കം സജീവമായി നിന്ന് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഈ കലോത്സവം ഗംഭീരമാക്കി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബാക്കി പറയേണ്ടത് മറ്റുള്ളവർ കൂടി പറയാം. ഞാൻ നമ്മളെ ക്യാമറ ലീഡ് ചെയ്യുന്ന ഷാജാൻ കലി എന്ന് പറയും. ഷാജാൻ ഖാ, ഇതിപ്പോ കലോത്സവം എന്ന് പറയുമ്പോൾ ഷാജാൻ ഖാന്റെ ഒരു കലാപ്രകടനമൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു കലോത്സവം? നമ്മൾ മൊത്തത്തിൽ വളരെ നന്നായിരുന്നു. കാരണം നമ്മളെ 2 ആങ്കേഴ്സ് ജിൽസിയും അതുമാതിരി സേഫും വളരെ എനർജറ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്ഷൻ വളരെ സ്മൂത്ത് ആയിരുന്നു. പിന്നെ നമ്മളെ കുട്ടികൾ പുതുതായിട്ട് വന്ന ഇവരൊക്കെ വളരെ നല്ല സ്റ്റോറീസുകൾ, അതുമാതിരി തന്നെ ലീഡ് ചെയ്ത നമ്മളെ പ്രൊഡ്യൂസർ മഹേഷ്, കൈയടിക്കും മഹേഷ്, അതുമാതിരി തന്നെ ന്യൂസ് എൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത ഷബീർ, നമ്മളടുത്ത് അവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തു. ഈ പറയുന്നത് കോബ്ര 1, കോബ്ര 2, ഈ ഡെൽറ്റ, ഈ 2 സാധനം ഒഴിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം വളരെ മനോഹരമായിരുന്നു. അതുമാതിരി തന്നെ നമ്മൾക്ക് വന്ന ഗസ്റ്റുകൾ ബാക്കിയുള്ള ചാനലുകളെ അപേക്ഷിച്ചിട്ട് നമുക്ക് നല്ല ഗസ്റ്റുകളെ കിട്ടി. നമ്മളൊരു മീഡിയ വണ്ട് ഒരു പവർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇവന്റുകളിൽ നമ്മൾ കുറച്ച് ടീം വർക്ക് ലീഡ് ചെയ്യും. അതുമാതിരി തന്നെ നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ നേതൃത്വം കൊടുത്ത് നമ്മൾ നട്ടു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നട്ടു. നമ്മൾ പിന്നാലെ ഉണ്ടായിരുന്നു. നടരാജ് പിന്നാലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിബിൻ ജെയിംസ് അടക്കമുള്ള ക്യാമറ ടീമുകൾ, നടരാജ് അടക്കമുള്ള നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. നടരാജിൻ്റെ എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച് സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ക്യാമറ ടീം, അതായത് സ്റ്റോറീസുകാരൻ ചെയ്യുന്ന ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ വളരെ ടെക് ടീം കേട്ടോ, നമ്മള് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെ വിജേഷ്, അതുമാതിരി അംജി, നമ്മളെല്ലാവരും മൊത്തം ഓരോരുത്തരുടെ പേരെടുത്ത് പറയില്ല, ടീമായിട്ട് നമ്മളെ ഈ പറയുന്ന നമ്മളെ കൂടെ വന്ന സാരഥികളടക്കമുള്ള നമ്മളൊരു മൊത്തം ടീം വളരെ. നമ്മളെ ക്യാമറയിലെ സന്തോഷേട്ടൻ, നമ്മൾ സൂപ്പർ സീനിയർ സന്തോഷേട്ടൻ, കുട്ടൻ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയണ്ട, എല്ലാവരും നമുക്ക് ഒരുപോലെ നിന്നിട്ടുള്ള ഒരു. സുഹൃത്തുക്കളെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇനി പോകുന്നത് ഒരു കഥാപ്രസംഗത്തിലേക്കാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള കഥാപ്രസംഗ നട്ടു ഒരു നല്ല കലാകാരൻ കൂടിയാണ്. ആ ദിവസം ലൈവിൽ നമ്മളെ ഞെട്ടിച്ചു. അപ്പം കട്ടബൊമ്മൻ, ഓക്കെ, നട്ടരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആതിഥേയന്റെ റോളിലായിരുന്നു. പക്ഷെ നമ്മള് വന്നിട്ട് നമ്മളെ കോഴിക്കോട് നിന്ന് നമ്മളെ ടീം എങ്ങനെ ഉണ്ട്? ഗംഭീര ടീമല്ലേ, എന്താ സംശയം. ആതിഥേയന്റെ റോളായതുകൊണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു നിലം തയ്യാറാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് കിട്ടായിരുന്നു. അതെ, ഞാനായാലും അനീഷായാലും ജോസ്കോയാലും ഞങ്ങൾക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഗ്രൗണ്ട് തീർക്കണ കുറച്ച് പണി ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. പക്ഷെ നിങ്ങൾ വന്നോടുകൂടി ഞങ്ങൾക്ക് ഒരു ആശ്വാസമായി. ഒരു സ്റ്റെപ്പ് പുറകെ നിന്നാലും വർണ്ണത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിങ്ങൾ മുന്നിൽ ഇങ്ങനെ. തൃശ്ശൂർ ബാക്കിയുള്ള ടീമിനടുത്തൊക്കെ പറയാം നമ്മളെ പിള്ളേർ വന്നാൽ അലക്കി പോയിട്ടുണ്ട്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, അവര് കണ്ട് റിയലൈസ് ചെയ്തൊരു കാര്യമില്ല. സ്ക്രീനിൽ കണ്ട് റിയലൈസ് ചെയ്തൊരു കാര്യമില്ല. നിങ്ങളെ കൂടെ തകർക്കുന്നൊക്കെ ഇന്നത്തെ പൂക്കി സ്റ്റോറിയൊക്കെ, സൻസയുടെ പൂക്കി സ്റ്റോറിയൊക്കെ വലിയ പ്രതികരണം കണ്ട കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞുള്ള സ്റ്റോറി ആയിരുന്നു. നട്ടരാജനും ഈ ഒരു കലോത്സവം മായാത്തൊരു ഓർമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ ഒരു കലോത്സവം റിപ്പോർട്ട് എനിക്കൊരു അവസരം കിട്ടിയത്. ഞാൻ ട്രെയിനിങ് ആയിട്ട് തുടങ്ങിയ ആ ദിവസങ്ങളിൽ ആദ്യ 15ാമത്തെ ദിവസത്തിൽ എനിക്ക് പാലക്കാട് കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ലോങ് ഗ്യാപ്പാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടീമിലുള്ള ആളുകളെ വളരെ പെട്ടെന്ന്. സന്തോഷേട്ടനെ സംബന്ധിച്ചിടത്തോളം എത്രാമത്തെ കലോത്സവമാണ്? നമ്മളെ മൊത്തം കലോത്സവം 13, അതിൽ 8 കലോത്സവം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ കലോത്സവം മീഡിയ വണ്ട ചരിത്രം മാറ്റി എഴുതിയൊരു കലോത്സവമാണ്. കാരണം വളരെ ചെറിയ കുട്ടികളെ കൊണ്ട് ഒരു പരീക്ഷണം ആണെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ പരീക്ഷണം അല്ലായിരുന്നു അത്. ഇത്ര സൂപ്പറായിട്ട് ക്യാമറ കൊടുത്തിട്ട് എനർജി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അടിപൊളി ഗംഭീര ടീമാണ്. ഓക്കെ, ബിബിൻ ജെയിംസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണത്തെ ലീഡറുടെ റോളിലായിരുന്നല്ലോ. ന്യൂസ് ക്യാമറ ടീമിന്റെ സ്റ്റോറികളൊക്കെ എടുപ്പിക്കാൻ മുന്നൊരുക്കങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. സ്റ്റോറി എടുക്കുകയും ചെയ്തു. ഇത്ര മനോഹരമായ ഒരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ആദ്യം പ്രബോധനോട് എനിക്ക് സഭാകമ്പുള്ളതുകൊണ്ട് ക്യാമറയുടെ പുറകിലേ പറ്റുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം നമുക്കൊന്നും ഇല്ലാത്ത ഒരു എക്സ്ട്രാ സാധനം ബിബിൻ ജെയിംസിലുണ്ട്. സഭാകമ്പം ഒരു കയ്യടി കൊടുത്ത സഭാകമ്പത്തിന് റെഡി. അപ്പോൾ സന്തോഷം ഈ ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്ത്. ന്യൂസിനെ ലീഡ് ചെയ്ത ഷബീറും, പ്രൊഡക്ഷൻ ചെയ്തത് പോലൂരും, അതേപോലെ ഞങ്ങളുടെ ക്യാമറ ചീഫ് ഷാജാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം വളരെ സന്തോഷമുള്ള ടീമാണ്. അടിപൊളി ടീമാണ്. ഓക്കെ, അനീഷ് കാഞ്ഞങ്ങാട് എങ്ങനെയുണ്ട്? നമ്മള് ആദ്യം എന്താ പറയാ, ഇവിടെ
തൃശ്ശൂര് കലോത്സവം ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നടരാജ് പറഞ്ഞ പോലെ അടിത്തറ ഉണ്ടാക്കേണ്ട നമ്മളുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ടീം മുഴുവൻ എത്തിയപ്പോൾ നിങ്ങൾ നിലമൊരുക്കി ഒഴിച്ചു, ഞങ്ങൾ അങ്ങ് വന്ന് ഉഴുതു മറിച്ചു. അതന്നെയാണ്. കയ്യടി വേണം, കയ്യടി വേണം, കയ്യടി വേണം. ഉഴുതു മറിച്ചു എന്ന് പറഞ്ഞാലും മാർച്ച് കളച്ച് അങ്ങോട്ട് ഒലിപ്പിച്ച് അങ്ങോട്ട് ഇപ്പൊ അവസാനിക്കുകയാണ്. ഇപ്പം വിഷമമുണ്ട്, മാനസികമായിട്ട് വിഷമമുണ്ട്. എന്താ പറയാ, ഇന്ന് വൈകിട്ടോടെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. നമ്മൾ ഈ പറയുന്ന ഞാനും നടരാജും ജോസ്കും മാത്രമായി ഇവിടെ ഒതുങ്ങും. സങ്കടമുണ്ട് തീർച്ചയായും. ഇതുവരെ ഈ 5 ദിവസം പോയത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഷോ ഉൾപ്പെടെ എല്ലാം യൂട്യൂബിൽ വെച്ചിട്ട് കാണണം, ഞങ്ങൾ അപ്പൊ കാണും. ഞാൻ കുട്ടനിലേക്ക് വരാം. അതിനു മുമ്പേ കലോത്സവം കാരണം വിവാഹ വാർഷികം മറന്നുപോയ ഒരാളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. വിജയശേട്ടൻ സത്യമായിട്ട് വിവാഹ വാർഷികമായിരുന്നു, അത് മറന്നുപോയി. വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് ഇനിയിപ്പോ. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു വിജയശേട്ടൻ? ഒരുപാട് കലോത്സവം അല്ലേ? 20ാമത്തെ? ഓ, ഇന്ത്യക്ക് പ്രായമല്ലേ? പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സാങ്കേതികമായിട്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ അങ്ങനെ. തൃശ്ശൂർ ആളുകൾ നല്ല സഹകരണം ഉണ്ടല്ലേ മൊത്തത്തിൽ? ഓക്കെ, നമ്മൾ ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് പിടിക്കാട്ടോ. ഈ അറ്റത്തുനിന്ന് അപ്പൊ എല്ലാവരിലേക്കും വരും. വളരെ പെട്ടെന്ന് നമ്മൾ പോവാണ്. ജിഷ്ണു, കന്നി കലോത്സവമാണ്. മാക്സിമം എന്നെ കൊണ്ട് ഇടാൻ പറ്റുന്ന എഫേർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? അടിപൊളിയായിരുന്നു. ടീമുമായിട്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ബ്ലെൻഡായി അല്ലേ? ഓക്കെ, ഞങ്ങൾ അഡ്മിൻ അംജദ് സാർ എങ്ങനെ ഉണ്ടായിരുന്നു? അഡ്മിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? കൈയടിച്ച് പാസ്സാക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു ടീം വർക്ക് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആദ്യ എക്സ്പീരിയൻസ് ആണ് കലോത്സവം എന്നുള്ളത്. പിന്നെ അത് വളരെ സുഖമായിട്ട് വലിയ കാര്യപ്പെട്ട എഫേർട്ട്ലെസ് ഒന്നുമില്ലാതെ ഈ ഒരു യങ് ടീം ആയതുകൊണ്ട് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. തൃശ്ശൂർ ഗംഭീര ടീം നമ്മളോടൊപ്പം, പിന്നെ അതിനെ ലീഡ് ചെയ്ത ചീഫുകൾ എല്ലാവരും നല്ല കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഗംഭീരമായിട്ട് നമ്മൾ കലോത്സവം കൊണ്ടാടി അടിച്ചു പൊളിച്ചു തകർത്തു. താങ്ക് യു. കുട്ടൻ അടിപൊളിയായിരുന്നു. കുട്ടൻ എന്നുള്ള ശരിക്കുള്ള പേര് ശരത് എന്നാണ്, മറന്നുകൊണ്ട. ശരത് കുട്ടൻ ഞങ്ങൾ സ്നേഹം കൊണ്ട് വിളിക്കുന്നത്. അടിപൊളിയായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം സെറ്റായിട്ട് നടത്തി. എല്ലാം കുട്ടൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. അതായത് ഞങ്ങളുടെ ഇവിടെ നടന്ന ഞങ്ങള് എന്താ പറയാ റിപ്പോർട്ടിങ്ങിലൊക്കെ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ എടുത്തു തന്ന ഞങ്ങളെ വിവോ കുട്ടൻ, ആരോ അതിൽ വിവോ കുട്ടൻ അടിച്ചു തന്നല്ലേ? അതെ. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടൻ? അടിപൊളിയായിരുന്നു. അല്ലെ, നല്ല ഫോട്ടോസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ മേലേക്ക് ഇനി ഒരുപാട് എടുക്കാനുണ്ടല്ലോ. പക്ഷെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. പല സ്ഥലത്തും അടിപൊളി. ഞങ്ങള് ഗോകുലേട്ടന് ശേഷം ഞങ്ങളുടെ ടീമിലേക്ക് എത്തിയ ആളാണ് റിനോഷ് ചേട്ടൻ. റിനോഷ് എങ്ങനെയുണ്ട്? റിനോഷ് കഴിഞ്ഞ തവണ വന്ന് പാട്ടൊക്കെ പാടി ഞെട്ടിച്ച ആളാണ് കേട്ടോ നമ്മളെ. എങ്ങനെയുണ്ട്? ലാസ്റ്റ് മൊമെന്റ് ആണ് എത്തിയെന്നുള്ളൊരു സങ്കടം തോന്നുന്നുണ്ടോ? അല്ലെ, കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. പക്ഷെ ഗൂഗിള് മുന്നേ ചാൻസ് എനിക്ക് തൃശ്ശൂർക്ക് എന്തായാലും പോണെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചാണ്. അതെ, അതിനൊരു കൈയടി. ചോദിച്ചു വാങ്ങിച്ചു പോന്നാണ്. എനിക്ക് തൃശ്ശൂർ പോണെന്ന് പറഞ്ഞിട്ട്. ഞാനല്ല, ഗൂഗിൾ ആദ്യം ബുക്ക് ചെയ്തു. ഗൂഗിള് ബുക്ക് ചെയ്തു. അതുകൊണ്ട് എന്റെ ചാൻസ് അതൊന്നാന്ന് സാറില്ല. അടുത്ത തവണ നമ്മൾ പൊളിക്കും. 2 ദിവസം കിട്ടി. അതെ, ഓക്കെ. ശ്രീധേട്ടൻ, ശ്രീജിത്ത് കണ്ടോത്ത് നമ്മളെ എഡിറ്റിംഗ് പുലിയാണ്. എങ്ങനെയുണ്ട് ശ്രീധേട്ടാ? ഒരുപാട് സ്റ്റോറീസ് എഡിറ്റ് ചെയ്തല്ലോ. ഏതാണ് മികച്ചതെന്ന് വെച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നല്ല സ്റ്റോറീസ് ഒക്കെ ഉഷാറായി വന്നില്ലേ? പഴയ തലമുറയിലെ ആളുകളുടെ സ്റ്റോറി എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ തലമുറയിലെ ആളുകളുടെ സ്റ്റോറി എഡിറ്റ് ചെയ്തു. രണ്ടും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അതിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ കുട്ടികളല്ല, അതിൻ്റെതായ മൊത്തത്തിൽ ഓളമായിരുന്നു. അല്ലേ? ഓക്കെ, നമ്മളെ മീഡിയ വൺ അക്കാഡമിയിൽ നിന്ന് നമ്മുടെ രണ്ട് നമ്മളെ ടീമിലുള്ള സംഘത്തിലുള്ള 2 പേര്, 2 കുഞ്ഞു കോബ്രകൾ ഞങ്ങള് ഹംദാനും നവനീത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ആയിട്ടാണ് കലോത്സവത്തിന് വരുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടുത്തെ ടീം വർക്ക് ഒക്കെ കണ്ടാണ് നമ്മൾ ഇത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടോ? മൊത്തത്തില് പൊളിയല്ലായിരുന്നു. അതെ. നമ്മള് എല്ലാ കലോത്സവം വന്നാലും നമ്മള് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. ഇത്തവണയും പതിവ് പോലെ ബബീഷ് കക്കോടിക്ക് പുരസ്കാരം കിട്ടിയെന്ന് പറയും. ഇത്തവണയും പുരസ്കാരം വാങ്ങിക്കാൻ ബബീഷ് കക്കോടി. എങ്ങനെ ഉണ്ടായിരുന്നു ബബീഷ് കക്കോടി ഇത്തവണത്തെ സ്റ്റോറീസ്? ഇത്തവണ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അവാർഡ് ഇത് മതി, ഇനി വേണ്ട
ആണോ അവാർഡിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു? വിരമിക്കാണ് അവാർഡ്. ഫ്ലെക്സ് അടിക്കാൻ ഇനി സ്ഥലമില്ലാന്ന് പറഞ്ഞു. ഓക്കെ. ബബീഷ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴേക്കല്ല അവാർഡ് കിട്ടുള്ളൂ. കക്കോടി മുക്ക് ജംഗ്ഷനിൽ ബബീഷ് കക്കോടിയുടെ പോസ്റ്റർ എപ്പോഴും കാണും, എന്തെങ്കിലുമൊക്കെ പാടും. പക്ഷെ ഭയങ്കര കഠിനാധ്വാനിയായ ഞങ്ങളുടെ ക്യാമറാമാനാണ്. ഗംഭീരമാവട്ടെ, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അവാർഡ് വാങ്ങിക്കുമ്പോൾ ലാലേട്ടന്റെ കാല് തൊട്ട് പറയുക പരിപാടി ഉണ്ടോ? കഴിഞ്ഞ തവണ വീഡിയോ സൈസിലെടുത്ത് കലാകാരന്മാരെങ്കിലും അംഗീകരിക്കണം. രാഷ്ട്രീയക്കാർ അംഗീകരിച്ചില്ലേ വേണ്ടിയില്ല, കലാകാരന്മാർ അംഗീകരിക്കണം. ഞങ്ങളെ ഈ ഒരു യാത്രക്കിടയിൽ ഞങ്ങളെ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത കുറെ ടീംസുകൾ പ്രത്യേകം പറയണം. ചീഫ്, പിന്നെ നമ്മളെ താൽക്കാലിക ചീഫ്, പിന്നെ വിപിൻ ജെയിംസ്, പിന്നെ സീനിയർ സന്തോഷ് ചേട്ടൻ, പിന്നെ ബാക്കി ഫുൾ ടീം, എഡിറ്റേഴ്സ് എല്ലാവരും. എഡിറ്റർമാരുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. അവർ രാത്രി ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് നല്ല രസമായിട്ട് അവർക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി നമ്മൾ കോപ്പി ചെയ്ത് 10-12 മണി കൊണ്ട് കൊടുക്കുന്നു. അവർ നേരം വിളിക്കുന്നവരേ ഇരുന്ന് എഡിറ്റ് ചെയ്യുക. പിന്നെ രാവിലെ നോക്കുമ്പോൾ വീണ്ടും അവരുണ്ടാവും. അവിടെ 7 മണിക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവും വീണ്ടും. നല്ലതാണ്. അപ്പൊ അവർക്കൊരു സല്യൂട്ട്, പ്രത്യേക സല്യൂട്ട്. ഓക്കെ. ഞങ്ങളെ യാത്ര ഈ ഷൂട്ടിനിടയിലൊക്കെ ഞങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഗോഡ്സൺ. ഞങ്ങൾ ഈ പരിപാടിയിൽ കഴിഞ്ഞു പോകുമ്പോൾ ഗോഡ്സന്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലിങ്ങനെ ഓർമ്മ വെക്കുകയാണ്. ഗോകുലേട്ടൻ, അതായത് ഓഡിയോ ചീഫ് ഗോകുലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ തൃശ്ശൂർക്കാരനല്ലേ? തൃശ്ശൂർ. ഗോകുലേട്ടൻ പറഞ്ഞോളൂ, എന്തുട്ടാ സെറ്റപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു ഗോഡ്സൺ? ടീം സപ്പോർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ട് സെറ്റാണ് നമ്മുടെ ടീം. നമ്മളൊരു പൊളി ടീമാണ്. സെറ്റാണ്. എൻജോയ് ചെയ്തില്ലേ? പിന്നെ ഇന്നലെ അവിടെ ഇരുള നൃത്തം നടക്കുന്ന സമയത്ത് നൃത്തത്തിന്റെ സമയത്ത് ഒരു ഓഡിയോ കേബിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗോഡ്സൺ ഒരു പോക്ക് പോയി. അപ്പൊ അങ്ങനെ കമന്റ് വന്നു, ആദ്യത്തെ സ്റ്റെപ്പ് കൊള്ളായിരുന്നു, അത് ഇനി ഒന്നുകൂടെ കാണിക്കാവോ എന്നുള്ളത്. അപ്പൊ അടുത്താണ് ഞങ്ങൾ 2-3 കേബിൾ ഇട്ടോളാം അല്ലേ? വൈവായിരുന്നു കേട്ടോ, വൈവായിരുന്നു. ഓക്കെ. ബാനു ഞങ്ങളെ നമ്മളെ വെബ് ടീമിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷെ ബാനുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ പറയണം, അത് പറയും. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങളെ ലൈവ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മറ്റൊരു ചാനലിൽ നമ്മളെ സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചു, ആ കുട്ടിയെ നിങ്ങളുടെ ലൈവ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കണം, അറബി പദ്യം ചൊല്ലലായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. ബാനു എല്ലാവർക്കും എന്നെ മതി. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? നമുക്ക് വളരെ മനോഹരമായ മാസ്മരികമായ ഒരു അനുഭവമായിരുന്നു. ഞാനും അരുണൊക്കെ ഇൻഡോർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ പുറംപണിക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതിനെക്കാട്ടിലും പുറംപണിക്ക് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്തത് മഹേഷ് പോലും, ബിബിൻ ജെയിംസ്, നമ്മൾ വൻമരങ്ങളോട് ചേർന്നാണ് വർക്ക് ചെയ്തത്. അതൊക്കെയാണ് വളരെ എൻജോയ് ചെയ്തു. ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്ക് തീർന്നു പോയ പോലെ ആയിപ്പോയി. അതാണ് ഒന്ന് ഹരം പിടിച്ച് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നു പോയി. ഓക്കെ. നജ്മ മുഴുവൻ പേര് പറയണ്ട, നജ്മ. ഓക്കെ. നജ്മ എങ്ങനെ ഉണ്ടായിരുന്നു? നജ്മ തൃശ്ശൂർക്കാരി എവിടെയാണ് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ? എന്റെ ആദ്യത്തെ കലോത്സവം. ഞാൻ തൃശ്ശൂരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല ഇതിനു മുമ്പ് വേറെ കലോത്സവത്തിലൊന്നും പോയിട്ടില്ല. അടിപൊളിയായിരുന്നു. പിന്നെ ബാനു പറഞ്ഞ പോലെ ഇങ്ങനെ രസം പിടിച്ച് വരികയായിരുന്നു. അപ്പൊ തീർന്നു പോയി. അതിന്റെ ഒരു സങ്കടമുണ്ട്. തിരിച്ച് ന്യൂസ് ഡെസ്കിൽ വരണം, ഫാസ്റ്റ് ന്യൂസ് ആയി, സീറോ ഓവറായി, ടിക്കറായി, അങ്ങനെയൊക്കെ പോകും ഇടയ്ക്ക് വാർത്തകൾ. എന്തായാലും പക്ഷെ എൻജോയ് ചെയ്തു നമ്മളല്ലേ? ഓ അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളി. നമ്മളെ ക്യാമറ ടീമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നമ്മള് ഒരു സ്റ്റോറി ഐഡിയ പറയുമ്പോൾ നമ്മളെയൊക്കെ അവര് ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഓരോ ഫ്രെയിം വെക്കാനും കുറെ ബുദ്ധിമുട്ടിയാണ് പലരും, കുറെ സമയം എടുത്തൊക്കെയാണ് കുറെ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഭയങ്കര നല്ല അനുഭവമായിരുന്നു. ആദ്യത്തെ ആണെങ്കിലും ഒരു തുടക്കമാട്ടെ. അതെ, ഇനി വരുന്നതൊക്കെ അടിപൊളിയാണ്. ഇനി ഒരുപാട് കലോത്സവങ്ങളിൽ ഒരുപാട് ഇനി നമ്മൾ കാണാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ച മറ്റൊരാള് അരുണാട്ടോ. അരുണ് ഇവിടെ വന്നിട്ടേ ആദ്യ ലൈവിന് നിന്നപ്പോ അരുൺ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ലൈവാണ്. അപ്പൊ അതിന് ടെൻഷനൊക്കെ ഉണ്ട്. നേരത്തെ എത്തിയിട്ടുണ്ട്, ഫോണിന്റെ കേബിളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തുടക്കക്കാരന്റെ ഒരു പതർച്ചയും ഇല്ലാതെ മനോഹരമായിട്ട് ലൈവ് കയ്യടിക്കുന്നത് ഞെട്ടിച്ചാരുടെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സന്തോഷം. നല്ല അടിപൊളിയായിരുന്നു. അത് ബാനു പറഞ്ഞ പോലെ നമ്മളൊക്കെ സ്റ്റുഡിയോക്ക് അകത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞാൻ എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് പുറത്തേക്ക് റിപ്പോർട്ടിംഗ് ഇറങ്ങുന്നത്. കലോത്സവം പോലത്തെ ഒരു ഇവന്റിന് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ ടീം ഭയങ്കര അടിപൊളിയായതുകൊണ്ട് ഇതൊരു ടീം വർക്ക് ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു സ്റ്റോറിയൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഓണേറെ പോകുന്ന സ്റ്റോറി നമ്മളൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആണ് സ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെയൊക്കെ പോകുന്ന സമയത്ത് എന്റെ ബബീഷ് കക്കൂടെയൊക്കെ മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് നമുക്ക് വിഷൽ എടുത്തിരുന്നത്.
അപ്പൊ വൺ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുള്ളതിനെ കൊണ്ട് നമ്മൾ ഭയങ്കര വൈബ് പിടിച്ച് അന്ന് വരികയായിരുന്നു. അപ്പൊ തന്നെ നജ്മ പറഞ്ഞ കലോത്സവം തീർന്നു. പക്ഷെ എങ്കിൽ പോലും ഈ മെമ്മറി ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഫ്യൂച്ചറിലേക്ക് ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ, സനിസ ഞാൻ നമ്മളെപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യം എന്താ പറയാ, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സനിസ. സനിസ എങ്ങനെയുണ്ടായിരുന്നു? ഒരു വല്ലാത്ത കലോത്സവമായി പോയല്ലേ തവണ? അതെ, എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോണ്ട, വേണ്ട, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. ഭയങ്കര വൈബായിരുന്നു. ഇവിടെ ആൾക്കാർ വൈബായിരുന്നു, ഈ നമ്മുടെ ടീം വൈബായിരുന്നു, മൊത്തത്തിൽ വൈബായിരുന്നു. ആദ്യ ദിവസം എന്റെ കിളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കിളി വന്ന് ഇന്നൊന്ന് ഫുള്ളായി നിൽക്കുമ്പോഴാണ് തിരികെ വന്നു. തിരികെ വന്നപ്പോഴാണ് എല്ലാം കഴിഞ്ഞത്. പക്ഷെ എൻജോയ് ചെയ്തു അല്ലെ? അതെ, നമ്മളെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്യുക, എന്താണ് ടീം സ്പിരിറ്റ് എന്നുള്ളത് അറിയാം. അതെ അതെ അല്ലെ? ഓളമായിരുന്നു, വൈബായിരുന്നു. എങ്ങനെ പറയണം, വാക്കുകളില്ല, പറഞ്ഞാ ഓവറായി പോകും. ഇനിയിപ്പോ നമ്മൾ രാത്രി ഉറങ്ങി എണീക്കുന്ന സമയത്തൊക്കെ വേദി 5 ഒപ്പന മത്സരം തുടരുന്നു എന്നുള്ളതൊക്കെ ചിലപ്പോ ഇങ്ങനെ അലയടിക്കും. അതെ, രാവിലെ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഞങ്ങളിപ്പോ വേദി 2 നങ്ങ്യാരെ പോലൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഓക്കെ, ലിഡിയ കൊച്ചി. ലിഡിയ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ടീമിൽ വന്നു. അതായത് ലിഡിയക്ക് പകരം ആഷിഖായിരുന്നു. ആഷിഖിന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ട് ലിഡിയ കയറി പോരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം ലിഡിയ വന്നു. ബാക്കി ലിഡിയ തന്നെ പറയട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? പറയാൻ പറ്റ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇല്ല, കുഴപ്പമില്ല, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ടീമിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് എല്ലാവരും മറ്റേ ജെൻസി വൈബിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. എന്തായാലും അടിപൊളി, ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല മൊമെന്റ്സും സമ്മാനിച്ചിട്ടാണ് കലോത്സവം. ഓക്കെ, അതായത് നമ്മളെ അംജു എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയാ ടെക്നിക്കൽ ടീമിന്റെ നട്ടല്ലാണ് അംജു. അംജുന് വലിയ ആരാധകരുണ്ട്. അംജുവിനെ പറഞ്ഞ് കൈയടിപ്പിക്കുന്നതാണ്. ഞാൻ പറയാം, അംജുവിന്റെ ഒരു പ്രത്യേകം എന്താ അറിയോ, എവിടെ നോക്കിയാലും അംജു ഉണ്ട്. അതായത് തേക്കിൻകാട് മൈതാനത്തിന്റെ അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും കുമ്പിടിയായിരുന്നു ഞങ്ങളെ. മാത്രമല്ല ഞങ്ങളെ ടീമിന് ഞങ്ങൾ ഈ ഷോ ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്തെ ഇത്രയേറെ എഫേർട്ട് ഇടുന്ന ആളുകൾ വളരെ അപൂർവമാണ്. നമ്മളെ ഗംഭീരമാണ്. അംജുവിന് എത്രാമത്തെ? നമ്മൾ കഴിഞ്ഞ തവണ ഒരുമിച്ച് വർക്ക് ചെയ്തല്ല. എങ്ങനെ ഉണ്ടായിരുന്നു തവണത്തെ? അതായത് നമ്മൾ എന്റെ ടീം പൊളിയാണ്. നമ്മുടെ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ടെക്നിക്കൽ സൈഡിലാണ് പറയുന്നത്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കുറച്ച് മണിക്കൂറിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ട്രാക്കിലെത്തി. നമ്മളെ എന്താ പറയാ, നമ്മള് ഗംഭീരമാക്കി. എന്നെ അവിടെ ആശാനാണ് വിജയ് ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മഹേഷ് ചേട്ടൻ, ഷബീർ ഏട്ടൻ, അവരെ കണ്ടല്ലോ. അതായത് ഈ ടീമിനെ നയിക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയെടുത്തിട്ടുണ്ട്. മനസ്സൊന്നും പോവില്ല. ഇല്ല, ഇത് നല്ലൊരു മൊമെന്റ് ആണ്, മെമ്മറിയാണ്, അത്രേ ഉള്ളൂ. ഇക്ബാൽ ഒരു കയ്യടി എടുത്തേ. ഇക്ബാൽ കുറ്റിപ്പുറം അല്ല, ഇക്ബാൽ ഊർക്കടവ് ആക്കോട് ഇക്ബാൽ നമ്മളോട് സംസാരിക്കണേ. ഇക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ? പലപ്പോഴും നമ്മൾ ഇവിടെ തന്നെ നമ്മളെ ടീം എന്താ പറയാ, നമ്മളെ എക്യുപ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ആളുകളെ കൊണ്ടുവരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. നല്ല ടീം വൈബ് കിട്ടിയ 24 hours ഗംഭീരമായിരുന്നു. ടീം എങ്ങനെ ഉണ്ട്? നമ്മളെ പുതിയ പിള്ളേർ എങ്ങനെ ഉണ്ട്? എല്ലാ തലമുറയിലെ ആൾക്കാരൊപ്പം ജോലി ചെയ്തിട്ടുണ്ടല്ലോ. പുതിയ ടീം എങ്ങനെ ഉണ്ട്? എല്ലാം നമ്മള് പുതിയ ടീമാണല്ലോ. നമ്മള് പുതിയ ടീമാന്ന് പറയുന്നുണ്ട്. ഓക്കെ, കയ്യടി പോരാ. ഞാനിതാ ഉണ്ണിപ്പാലാഴി, ഷാഫി പോകരുത്. ഉണ്ണിപ്പാലാഴി എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ? ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ക്യാമറാമാൻ ആട്ടോ നമ്മളെ തിരുവനന്തപുരത്തിന്റെ എന്താ പറയാ, അവിടെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ, കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ, അതിനപ്പുറത്തേക്ക് കലോത്സവ വാർത്തകളൊക്കെ ഒരുപാട് തവണ എത്തിച്ച ആളാണ്. അപ്പൊ ഇത്തവണ നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ട്രിവാൻഡ്രം പോലെ ഒരു വൈബ് തോന്നിയില്ല. പിന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് ശരിക്ക് പിടിച്ചു വന്നു. മീൻസ് അങ്ങനെയല്ല, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ വലിയ ആളായിരുന്നു. ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാംസ്കാരിക നഗരം കൂടിയല്ലേ. അപ്പം നമ്മളത് പ്രതീക്ഷിച്ചാണ് വരുന്നത്. അപ്പൊക്കെ അങ്ങനെയുള്ളൊരു തിരക്കുണ്ടായില്ല. പിന്നീട് വെള്ളി ശനിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയായി. കാര്യം മഞ്ഞ് വന്ന് മൂടും പോലെയാണ് പൊടി വന്ന് കയറുക. മീൻസ് അമ്മാതിരി ആളായിരുന്നു, ഗംഭീര. ലാസ്റ്റിലേക്ക് നമുക്ക് പോകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം ഉണ്ടല്ലേ? സങ്കടം, അത് നമുക്ക് സങ്കടം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളത് ഏത് സംഭവമായിരുന്നാലും നമ്മൾ ഫസ്റ്റ് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടും, ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഒരു സങ്കടം. അത് ഈ കലോത്സവം എന്നല്ല, നമ്മുടെ ഏത് ഇവന്റ് അല്ല, നമ്മുടെ ലൈഫിലായാലും അതാണ് അതിന്റെ റിയൽ. അത് നമ്മൾ ഭയങ്കരമായിട്ട് വലിയ സംഭവമാക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ വിഷമം, അത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന സംഭവമാണ്.
A to Z നമ്മൾ ആദ്യം തുടങ്ങാനൊരു ബുദ്ധിമുട്ടും ലാസ്റ്റ് പോകാനൊരു വിഷമവും. മറക്കാൻ എന്താ പറയാ, മനസ്സിന്ന് പോവില്ല. ഓക്കെ, സഞ്ജു പൊറ്റമ്മലിന്റെ ബാക്കിൽ ആളെ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു ഒളിച്ചിരുത്താൻ. സഞ്ജു പൊറ്റമ്മൽ കലോത്സവം ഈ തവണയും ഗംഭീരമാക്കി. നമ്മള് എല്ലാ പ്രാവശ്യം തന്നെ ഈ പ്രാവശ്യം ഗംഭീരായി. ഒരുപാട് സ്റ്റോറികളൊക്കെ ചെയ്യാൻ പറ്റി. ഈ പ്രാവശ്യം പുതിയ കുട്ടികളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കളറാക്കി ചതറിച്ചു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഒരുപാട് കലോത്സവം, ഒരുപാട് നല്ല വിഷ്വൽസ് ഒക്കെ ഇത്തവണ അങ്ങനെ മനോഹരമായ വിഷ്വൽസ് ഒക്കെ കിട്ടിയല്ലോ. അത്യാവശ്യം സ്റ്റോറികളൊക്കെ ചെയ്യാൻ പറ്റി. പുതിയ ടീംസ് ആയതുകൊണ്ട് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി ഗംഭീരായി. നൗഫൽ മുങ്ങരുത്, അക്ഷയ നൗഫൽ ഒന്ന് മുങ്ങരുത് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ എഡിറ്റിംഗ്? വളരെ നല്ലൊരു ഇതായിരുന്നു. ഇത് ഉറക്കമില്ലാത്ത ഇതൊരു വളരെ നല്ല ഇതായിരുന്നു. ഓക്കെ, ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഇന്നിനി വീട്ടിൽ പോയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. ആണോ? അങ്കോ സഭാകമ്പം ഉണ്ടാ? സഭാകമ്പം ഇല്ല. വിദ്യുച്ഛക്തി ഉണ്ട്. കൊടുത്ത ഷാഫിക്ക് ഒരു കൈയോട് കൊടുത്ത. ഓക്കെ, ഷാഫി എങ്ങനെ ഉണ്ടായിരുന്നു? കറണ്ടൊക്കെ വളരെ കൃത്യമായി വന്നു. ആ, 5 വോൾട്ടേജിൽ വന്നു. ഹൈ വോൾട്ടേജിൽ കറണ്ട് വന്നു അല്ലേ? എല്ലാ കൊല്ലം പോലെ പ്രാവശ്യം അടിപൊളിയായിരുന്നു. നമ്മൾ പൊളിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടീമായിരുന്നു, ടീം വർക്കായിരുന്നു. അടുത്ത കൊല്ലം നമ്മള് വീണ്ടും പൊളിക്കും. ഇവിടെ ജോസ്കോ അല്ലെ പറയൂ. നമ്മളെ കൊണ്ട് ജോസ്കോക്ക് ഒരു കൈയ്യടി എടുത്തേ, ഒരു ഗംഭീര കൈ. നമ്മളെ കൃത്യമായി എത്തിച്ച ടീമുകളിലുള്ള ആളുകളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? തവണ ട്രാഫിക് കുറച്ച് കൂടിയോ? ഇത്തിരി കൂടുതലായിരുന്നു. എന്റെ ആദ്യത്തെ ഒരു കലോത്സവമാണിത്. പക്ഷെ എങ്ങനെയുണ്ടായി നമ്മളെ ടീം? എങ്ങനെയുണ്ട്? കോഴിക്കോട് വളരെ സൂപ്പറായി ഉണ്ടായിരുന്നു. നല്ല പിള്ളേരാണ്. ഞങ്ങളൊക്കെ നല്ല ചുറുചുറുക്കോടെ. അതെ, നല്ല ചുറുചുറുക്കായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്ക് റൗണ്ടിൽ കൂടെ ഒന്ന് റൗണ്ട് അടിച്ചു വരാൻ കുറച്ച് സമയം കൂടിയോ? ഇത്തിരി സമയം കാര്യങ്ങളൊക്കെ എടുത്തു. എന്നാലും വളരെ സൂപ്പറായിരുന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത തവണ വീണ്ടും ഇനി തൃശ്ശൂർ കലോത്സവവും കായികമേളയും വന്നാൽ നമ്മളങ്ങ് വരും. അതെ. ഓക്കെ, റാഷി നമ്മളെ ഓൺലൈൻ സ്വിച്ചിൽ മനോഹരമായി ഈ ഇവന്റ് നമുക്ക് സ്വിച്ച് ചെയ്ത് തന്ന് കൃത്യമായി നമ്മളെ ഫ്രെയിമിലേക്ക് കൃത്യമായി ഫ്രെയിമുകൾ തന്നാൽ. ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? മഹേഷിന്റെ ടീം കയറിപ്പച്ചെന്നുള്ളത് ഏതൊരാളുടെ സ്വപ്നമാണ്. പ്രാവശ്യം അടിപൊളിയായിരുന്നു. അങ്ങനെ പക്ഷേ ഏറ്റവും മനോഹരമായ ഫ്രെയിമുകളൊക്കെ നമുക്ക് വന്നു. അത് അടിപൊളി ഫ്രെയിമുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. എത്രാമത്തെ കലോത്സവ? ഇത് രണ്ടാമത്തെ. ഇതപ്പോ തുടർച്ചയായിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അതെ. അല്ല, എങ്ങനെ പുറത്ത് സാധാരണ നമ്മൾ PCR-നകത്തുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വിട്ടിട്ട് നമ്മൾ കലോത്സവ നഗരിയിലെത്തി പോകുന്നത് ഒരു വലിയ ഇതായോ, വൈബായോ? അത് നല്ല ടീമാകുമ്പോ നല്ല വൈബാണ്. നല്ല ക്യാമറ ടീം, നല്ല പ്രൊഡക്ഷൻ ടീം എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രിയ കലാകാരി ഇവിടെ അക്ഷയെ കുട്ടി കൊണ്ടുവരാൻ വന്ന് വാ. PC സൈഫുദ്ദീൻ, നടരാജ് തുടങ്ങിയ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇങ്ങോട്ട് വരേണ്ടതാണ്. അക്ഷയ ഒരു പാട്ട് പാടി നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അതിനു മുൻപ് നമ്മുടെ എന്താ പറയാ, നമ്മളെ മീഡിയ വൺ ഡെസ്കിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുമുള്ള നമ്മുടെ സഹപ്രവർത്തകര്, നമ്മുടെ ഗ്രാഫിക്സിലെ ടീം, നമ്മുടെ എഡിറ്റ് ടീം, നമ്മുടെ അഡ്മിൻ ടീം, നമ്മുടെ PCR ടീം അതിഗംഭീരമായി നമ്മളോട് സഹകരിച്ചു. നമ്മളെ വെബ് ടീം എങ്ങനെയാണോ കലോത്സവത്തിന്റെ വൈബ് അതേപടി പോയി. പക്ഷെ ഷബീർ കല്ലിൽ നമ്മൾ മിസ്സായി. ഷബീർ കല്ലിൽ ഇങ്ങോട്ട് വരും. ഷബീർ കല്ലിൽ ആരെങ്കിലും ഒരാൾ ക്യാമറ മാറി കൊടുക്കുമ്പോൾ ഷബീർ കല്ലിൽ വരും. ഷബീർ കല്ലില് ഞങ്ങള് മനോഹരമായി ഞങ്ങൾക്ക് വേണ്ടി ദൃശ്യം, അത് പുള്ളിയാണ് ഈ ചിത്രങ്ങൾ ഇപ്പൊ നമ്മളെ ദൃശ്യം എടുക്കുന്നത്. അപ്പൊ നമ്മളൊരു ടീം ഒന്നും കൂടെ നിന്നേ, എല്ലാവരും ഒരു ടീം ഇതാ റെഡോ. അപ്പൊ അക്ഷയ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് എഡിറ്റേഴ്സിന്റെ അടുത്തും ക്യാമറാമാൻമാരുടെ അടുത്തുമാണ്. കാരണം നമ്മൾ വിചാരിച്ച വിഷ്വലുകളും അത് അതുപോലെ തന്നെ അവര് കട്ട് ചെയ്ത് തരുന്നു. രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്നിട്ടാണ് അവര് ചെയ്തു തരുന്നത്. അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ്. പിന്നെ നല്ല ടീമായിരുന്നു. ഒരു പാട്ടങ്ങൾ തുടങ്ങല്ലേ? ഒന്നാം രാഗം പാടി അല്ലേ? വടക്കുന്നാഥന്റെ മുന്നിൽ നമ്മള് ഉപചാരം ചൊല്ലി ഞങ്ങൾ അങ്ങ് പിരിയാൻ പോവുകയാണ്. ഒരൊറ്റ പാട്ട് റെഡി, തുടങ്ങാം. 3 പാടി ഒന്നിനെ മാത്രം തേടി വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗം തേടി വരും രാഗം അമ്പലപ്രാവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി അമ്പലപ്രാവേ
അപ്പോ നമുക്ക് വീണ്ടും കാണാം. കലാട്ടയുമായി ഞങ്ങൾ വീണ്ടും വരും. ഷബീർ കല്ലിലാണ് ഞങ്ങൾക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത തവണ എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാകും അല്ലേ. ബൈ.